ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ. രാവിലെ ഞാൻ കുറച്ച് ചേമ്പ് കറി വെക്കാൻ വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളും പച്ചമുളകും ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് വെളുത്തുള്ളിയും പിന്നെ ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. 2 വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ബാജിക്കറി വെക്കുകയില്ലേ, അതുപോലൊക്കെ ഏകദേശം വരുന്നൊരു കറിയാണ് ചേമ്പ് കൊണ്ട് ഉള്ള ഈ ഒരു കറി. തേങ്ങയൊന്നും അരയ്ക്കുന്നില്ല, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും. കഞ്ഞിക്കും ചോറിനും പലഹാരത്തിനും എല്ലാം കഴിക്കാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ കറി ഓഫാക്കണം. ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു പഴയകാല കറിയാണ്. നമുക്ക് മൺചട്ടിയിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ അതാട്ടോ ഏറ്റവും നല്ലത്. കുക്കറിൽ വെക്കുന്നതിനേക്കാളും ടേസ്റ്റാണ്. വെളുത്തുള്ളി ചതച്ച് മൂപ്പിച്ച് ചേർക്കുന്ന കേട്ടോ ഈ ഒരു കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പം വെളുത്തുള്ളി അരിഞ്ഞാണ് ഇട്ടേക്കുന്നത്. പിന്നെ രാവിലെ കുറച്ച് ചീര തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കി കുറച്ച് ചീര ഇരിപ്പുണ്ട്. ഇനി അതൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാൻ വേണ്ടി പോകുവാണേ. രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയ റവയുടെ ഉപ്പുമാവ്. ചേട്ടായും പിള്ളേരും ഒക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ തന്നെയുള്ളൂ വൈകുന്നേരം വരെ. ഇനി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ചെയ്ത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വരുമ്പോഴാണ് ജീവൻ വരുന്നത്. തന്നെ ഇരിക്കുമ്പോൾ എന്തോ ഒരു മൂടോ പോലെയും വിഷമം പോലെയൊക്കെ വരുവേ. എല്ലാവരും ഉണ്ട്, ഒച്ച അനക്കമൊക്കെ ഉണ്ടെങ്കിൽ ഒരു രസമാണ്. ഞാൻ പിന്നെ തന്നെ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ പിള്ളേരോട് വർത്താനം പറയുന്ന പോലെ കോഴിയോടും വർത്താനം പറയുവേ. അയൽവക്കംകാർക്കൊക്കെ അത് കണ്ട് ശീലമായി. പക്ഷേ പുറമേ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കും. പകലൊക്കെ വീഡിയോ എടുക്കലും വീഡിയോ എഡിറ്റിങ്ങും അങ്ങനെയൊക്കെ അങ്ങ് സമയം പോകും. പിന്നെ എൻ്റെ വരുമാന മാർഗ്ഗമാണല്ലോ വീഡിയോ ഇടലും കോഴി വളർത്തലും ഒക്കെ. എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാനൊക്കെ ഇഷ്ടമാണ്, പക്ഷേ യാത്ര ചെയ്യാനേ പറ്റത്തില്ല, തലവേദന എടുക്കും. അതൊരു പ്രശ്നം. പിന്നെ കുഞ്ഞിപ്പെണ്ണ് ചെറുതായതുകൊണ്ട് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് വീട്ടിലിരുന്ന് നമുക്ക് എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം അത് നല്ലതാണല്ലോ. ഞാൻ തയ്യലൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് അതിനോടൊരു താല്പര്യമൊന്നും തോന്നാത്തത് കൊണ്ട് അതൊന്നും അത്ര ശരിയായിട്ട് വന്നില്ല കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് താല്പര്യമുള്ളതും നമുക്ക് ഇഷ്ടമുള്ളതുമായ കാര്യമാണെങ്കിലല്ലേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പുറത്ത് പോയി ജോലി ചെയ്യാൻ പറ്റുന്ന സാഹചര്യമല്ല നമ്മുടേതെങ്കിൽ നമുക്കിപ്പോൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ജോലികളുണ്ടല്ലോ. നമുക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു ജോലി അങ്ങനെ തിരഞ്ഞെടുത്ത് നമുക്ക് വീട്ടിൽ ഇരുന്ന് ചെയ്യാമല്ലോ. നമ്മുടെ കയ്യിൽ വരുമാനം ഉണ്ടെങ്കിൽ നമുക്കത് തരുന്ന കോൺഫിഡൻസ് വളരെ വലുതാട്ടോ. പിന്നെ ഓരോ ജോലിക്കും അതിൻ്റേതായ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ കോഴിയെ കൂട്ടിലിട്ടാണ് വളർത്തുന്നത്, പുറത്ത് അഴിച്ചു വിടുന്നൊന്നുമല്ല. എന്നാലും അതിന് കറക്റ്റ് സമയത്ത് മരുന്ന് കൊടുക്കലും ഭക്ഷണങ്ങൾ മിക്സാക്കി കൊടുക്കലും അങ്ങനെ പണിയൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും നമ്മളത് താല്പര്യത്തോടെ ചെയ്യുമ്പോൾ അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമല്ല. ഇവിടെയുള്ള കോഴികളൊക്കെ എന്നും മുട്ടയിടുന്ന കോഴികളാണ്. പിന്നെ പൂവൻ കോഴിയെ വിൽക്കാനായിട്ട് വളർത്തുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ 15 കോഴികളോളം. നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ ആടും കോഴിയും താറാവും എല്ലാം ആയിട്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫിഷ് മോളി ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ആദ്യം മീനൊന്ന് വറുത്തെടുക്കണം. മീൻ വറുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുരുമുളകും ഉപ്പും മഞ്ഞളും എടുത്തേക്കുന്നത്. ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുവാണേ. ഫിഷ് മോളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നെയ്മീൻ, കരിമീൻ, മോത, ആവോലി അങ്ങനത്തെ മീനുകളൊക്കെയാണ്. പിന്നെ മീൻ വലുപ്പത്തിൽ റൗണ്ടിലൊക്കെ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. ഒത്തിരി കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, കുറച്ച് കറിയേ ഉണ്ടാക്കുന്നുള്ളേ. ഇനി ഇതിൽ മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. വിനാഗിരി അല്ലെങ്കിൽ നാരങ്ങാനീരാണേലും മതിയേ. ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കുക. പിന്നെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല, പച്ചമുളകും കുരുമുളകുമാണ് എരിവിന് ചേർക്കുന്നത്. ഇനി ഇതൊരു അരമണിക്കൂർ മസാലയൊക്കെ പുരട്ടിയിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് വറുത്തെടുക്കണം. നന്നായിട്ട് മൊരിച്ച് വറക്കുകയൊന്നും വേണ്ട. ഇനിയിപ്പം ഇത് കറിയിൽ അരപ്പിലിട്ടിട്ട് വേവിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരു പകുതി വേവാകുന്ന രീതിയിൽ വറുത്തെടുത്താൽ മതി. തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ടിട്ട് നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് കേട്ടോ മീൻ വറുത്തെടുക്കുന്നത്. മീനൊക്കെ സോഫ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് വറുത്തെടുത്തേക്കുന്നത്. പകുതി വേവേ ആയിട്ടുള്ളൂ, ബാക്കി ഇനി അരപ്പിലിട്ടിട്ട് വേവിക്കണം. അപ്പോൾ ഞാൻ മീനൊക്കെ എണ്ണയിൽ നിന്ന് കോരി മാറ്റുവാണ്. എന്നിട്ട് ഈ എണ്ണയിൽ തന്നെയാണ് മസാല ഉണ്ടാക്കുന്നത്. മീൻ വറുത്ത ആ എണ്ണയിൽ തന്നെ മസാല ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റും മണമൊക്കെയാണ്. ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാളയൊന്നും അധികം വേണ്ട, പകുതിയേ എടുത്തിട്ടുള്ളൂ. ഒരു സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഇട്ടിട്ടൊന്ന് മൂപ്പിക്കുവാണേ. പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ആ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്.
ചേട്ടായിക്കൊക്കെ ഈ ഫിഷ് മോളി ചോറിൻ്റെ കൂടെ ആണെങ്കിലും കഴിക്കാൻ ഇഷ്ടം കേട്ടോ. എനിക്ക് ചോറിൻ്റെ കൂടെ അത്ര ഇഷ്ടമല്ല. എനിക്ക് ഇത്തിരി എരിവും ഉപ്പും പുളിയൊക്കെ ഉള്ള കറിയാണ് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ ഇഷ്ടം. ഇത് അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ സവാളയും കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കറിവേപ്പില മൊത്തം ഇട്ട് കൊടുത്തിട്ടില്ല, ലാസ്റ്റ് കുറച്ച് കറിവേപ്പില വേണം, അതിന് ശകലം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള കളറൊന്നും മാറണ്ട, ഒന്ന് നന്നായിട്ട് വാടി കിട്ടിയാൽ മതിയേ. പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 1 മുറി തേങ്ങ ചിരണ്ടിയിട്ട് 1-ാം പാലും 2-ാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2-ാം പാലാണ് ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് മീനും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കണം. മീൻ പകുതിയല്ലേ വെന്തിട്ടുള്ളൂ, ബാക്കി വേവ് ഈ അരപ്പിൽ കിടന്നിട്ടാട്ടോ. മെല്ലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്, വല്ലാതെ കുത്തി ഇളക്കി ഉടഞ്ഞും പൊട്ടിയൊന്നും പോകല്ലേ. അങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളിക്ക് പുളിയുള്ളതായതുകൊണ്ട് വേറെ പുളിക്ക് വേണ്ടിയിട്ടൊന്നും ഒഴിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിലും വാളംപുളിയും കുടംപുളിയൊന്നും നമ്മൾ ഈ കറിയിൽ ഒഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവത്തില്ല കേട്ടോ. പിന്നെ നാരങ്ങാനീരോ വിനാഗിരിയോ വല്ലതും പുളിക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പം അത് ഒഴിച്ചിട്ടില്ല. ഈ തക്കാളിയുടെ പുളി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊന്നും ചേർത്തിട്ടില്ല. 1-ാം പാൽ ഒഴിച്ചു. 1-ാം പാൽ ഒഴിച്ച പാടെ തീ അങ്ങ് ഓഫാക്കണം, തിളപ്പിക്കുകയൊന്നും ചെയ്യല്ലേ. ചേട്ടായി പൊറോട്ട മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഞങ്ങൾ പൊറോട്ടയുടെ കൂടെ ഇത് കഴിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫിഷ് മോളി. ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് കുറുകിയും വരും. പിന്നെ വല്ലാതെ വെള്ളം പോലെ ആക്കി വെക്കാതിരിക്കണം, അത് വെള്ളം പോലെ ആയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. ചായ ഒന്നും വെച്ചില്ല കേട്ടോ, മുന്തിരി ജ്യൂസ് ഉണ്ടായിരുന്നേ. പിന്നെ സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഫിഷ് മോളി ഞാനിപ്പോൾ വെച്ച പോലെ തന്നെ വെച്ചിട്ട് അതിനകത്ത് പിന്നെ മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും ചേർക്കാതെ വെളുത്ത കളറിലും വെക്കാറുണ്ട്. വെളുത്ത കളറിൽ വെക്കുന്നത് ഇവിടെ അത്ര ഇഷ്ടമല്ല, ഈ ഒരു കളറിൽ ഇങ്ങനെ വെക്കുന്ന ഇവിടെ ഇഷ്ടം. അതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയൊക്കെ ചേർത്താട്ടോ വെച്ചത്. സാധാരണ എല്ലാവരും നെയ്മീനും കരിമീനും മോത ആവോലി അങ്ങനത്തെ മീനുകളൊക്കെയാണ് കൂടുതലായിട്ട് ഫിഷ് മോളി വെക്കാൻ വേണ്ടി എടുക്കുന്നത്. ഞാൻ വെള്ളച്ചൂത വെച്ചിട്ടും ഫിഷ് മോളി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കറുത്ത ചൂത അത്ര കൊള്ളത്തില്ല, വെള്ളച്ചൂത നല്ലതാണ് ഫിഷ് മോളി വെക്കാൻ. കോഴിക്ക് കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ട് ഓരോ അസുഖങ്ങളുണ്ടാവും. പിന്നെ തോലുമുട്ടയിടും, ചെറിയ മുട്ടയിടും, പിന്നെ മുട്ടയിടാതിരിക്കും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മുട്ടത്തൊണ്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് തീറ്റയിൽ മിക്സാക്കി കൊടുത്താൽ മതി. കാൽസ്യത്തിൻ്റെ പൊടിയൊക്കെ നമ്മൾ എന്നും മേടിച്ച് കൊടുക്കാൻ പോയാൽ നമ്മൾ കോഴി വളർത്തുന്നതുകൊണ്ട് ലാഭമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. ചിലവ് നിയന്ത്രിച്ച് നമുക്ക് വരുമാനം ഉണ്ടാകുന്ന രീതിയിലല്ലേ നമ്മൾ കോഴിക്കൃഷിയൊക്കെ ചെയ്യേണ്ടത്. ചേട്ടായിക്ക് പരിചയമുള്ള തട്ടുകടയിൽ നിന്നൊക്കെ മുട്ടത്തോട് എടുത്തുകൊണ്ട് വന്നിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കും. വലയിട്ടിട്ട് ഉണക്കണം, കാക്കയൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ. അങ്ങനത്തെ പ്രശ്നം ഉണ്ടെങ്കിൽ വലയിട്ട് ഉണക്കണം. എന്നിട്ട് ഇതുപോലെ പൊടിച്ച് തീറ്റയിൽ മിക്സാക്കി കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നമ്മൾ പുട്ടിന് നനയ്ക്കുന്ന പോലെ ചെറുതായിട്ട് നനച്ച് കൊടുക്കും, ഒരുപാട് വെള്ളം ആവത്തില്ല. ലെയർ മാഷും മേടിക്കും. പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലുമൊക്കെ തീറ്റകൾ മിക്സാക്കും. ഇത് ഇങ്ങനെ തീറ്റയൊക്കെ മേടിച്ച് കൊടുക്കാൻ പോയാൽ നമുക്ക് മുതലാവത്തില്ല. അതുകൊണ്ട് അതിൻ്റെ കൂടെ വേറെ പച്ചക്കറിയുടെ വേസ്റ്റും അങ്ങനെയുള്ള തീറ്റകളെല്ലാം മിക്സാക്കിയിട്ടാണ് കൊടുക്കുന്നത്. ഈ മിക്സി ഒരു പഴയ മിക്സിയാണ്, വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടി കറിക്ക് അരയ്ക്കാനൊന്നും എടുക്കുന്നതല്ല കേട്ടോ. കോഴിക്ക് ഓരോന്ന് പൊടിക്കാനും അരയ്ക്കാനും ഒക്കെ ആയിട്ട് എടുത്തു വെച്ചേക്കുന്ന ഒരു പഴയ മിക്സിയാണ്. ഇവിടെയുള്ള കോഴിയെ എല്ലാ വകയും തിന്നാൻ ശീലിപ്പിച്ചേക്കുന്നതുകൊണ്ട് വേസ്റ്റായിട്ടൊന്നും പോകാനില്ല, എല്ലാവരും തിന്നോളും. നമ്മളിപ്പോൾ ഇടിച്ചക്കയൊക്കെ തോരൻ വെക്കുവാണെങ്കിൽ അതിൻ്റെ മടൽ വരെ അതിനകത്ത് മിക്സിയുടെ ജാറിനകത്തിട്ട് പൊടിച്ചിട്ട് തീറ്റയിൽ മിക്സാക്കി കൊടുക്കും. അരി, ഗോതമ്പ്, തേങ്ങാപ്പിണ്ണാക്ക്, പിന്നെ ലെയർ മാഷ് അങ്ങനെയുള്ള എല്ലാം മിക്സാക്കിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ തീറ്റ ചിലവ് അങ്ങനെ ഒരുപാട് വരത്തില്ല കേട്ടോ. മഴ കാണുമോ? നല്ല മഴ. മഴയില്ലടി, കാറ്റാ കൂടുതൽ. ചെറുതായിട്ട് ചാറുന്നുണ്ട്, ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ശക്തി വരുമായിരിക്കും. ചെടിക്കൊക്കെ ആശ്വാസമാണ്. ഇടി മുഴങ്ങുന്നുണ്ട്. ഫ്രിഡ്ജാണ് ഓഫാക്കിട്ടോ. പുതുമഴയല്ലേ ഈ വർഷം? ആദ്യത്തെ പുതുമഴ. പിന്നെ ഈ മുട്ടത്തോട് പൊടിച്ചത് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ നല്ലൊരു വളമാണ്. പിന്നെ ഓർക്കിഡിലൊക്കെ ഒച്ചശല്യം ഉണ്ടാവുമല്ലോ, അതൊക്കെ വരാതിരിക്കാനും നല്ലതാണ്. നമ്മൾ ചെടിയും പച്ചക്കറിയൊക്കെ നടുമ്പോൾ മണ്ണും വളവും കൂടെ മിക്സ് ആക്കുകയല്ലേ, അതിലേക്ക് കുറച്ച് മുട്ടത്തൊണ്ട് പൊടിച്ചതും കൂടെ ഇടുവാണെങ്കിൽ നല്ലതാട്ടോ. നല്ലൊരു വളമാണ് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ. റോസാ ചെടിയിലൊക്കെ നല്ലപോലെ പൂവുണ്ടാവും. വെറുതെ കൊണ്ട് നമ്മൾ കൈ കൊണ്ട് പൊടിച്ചിടുന്നതിനേക്കാളും ഉപകാരമാട്ടോ ഇങ്ങനെ മിക്സിയിലൊന്ന് പൊടിച്ചിട്ട് പൊടിയായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. കോഴിക്കൃഷിയൊക്കെ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ എന്നും ഈ കാൽസ്യത്തിൻ്റെ പൊടിയൊക്കെ മേടിച്ച് കൊടുക്കാൻ പോയാൽ നമുക്ക് മുതലാവത്തില്ല. നമ്മൾ ഒരു വരുമാന മാർഗ്ഗം, എന്തെങ്കിലും ഒരു ലാഭം പ്രതീക്ഷിച്ചാണല്ലോ എല്ലാ കൃഷിയും ചെയ്യുന്നത്.
വെറുതെ കളയുന്ന ഈ മുട്ടത്തോട് നമ്മളിങ്ങനെ പൊടിച്ച് കൊടുക്കുകയാണെങ്കിൽ കോഴിയൊക്കെ നന്നായിട്ട് മുട്ടയിടും. കാൽസ്യത്തിൻ്റെ പ്രശ്നം കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങളൊന്നും കോഴിക്ക് ഉണ്ടാകത്തില്ല. നമ്മളിത് കടകളിൽ നിന്നോ ഒക്കെ നമുക്ക് പരിചയമുള്ള കടകളിൽ നിന്നൊക്കെ പോയി എടുക്കുമ്പോഴും അവിടെയും നമുക്ക് ഈ മുട്ടത്തോടിനൊന്നും നമ്മൾ പൈസ കൊടുക്കണ്ട കേട്ടോ, വെറുതെ നമുക്ക് കിട്ടുന്ന സാധനമാണ്. കോഴികൾക്കാണെങ്കിലും നമ്മൾ കൊടുക്കുമ്പോൾ വൃത്തിക്ക് കൊടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് മുട്ടത്തോണ്ടൊക്കെ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് പൊടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പൊടിയാനുള്ള സൗകര്യത്തിനും ഉണക്കി പൊടിക്കുന്നത് തന്നെയാണ് കേട്ടോ എളുപ്പം. ഈ മുട്ടത്തോട് തന്നെ മതി നമുക്ക് കോഴിക്കൃഷിയൊക്കെ ലാഭകരമാക്കി തീർക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മുട്ടയിടാത്ത കോഴികളൊക്കെ മുട്ടയിടുകയും ചെയ്യും ഇങ്ങനെ മുട്ടത്തോട് തീറ്റയിൽ മിക്സാക്കി കൊടുക്കുന്ന സമയത്ത്. പിന്നെ ചെള്ളൊക്കെ കയറിയ കടലയും പയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതുപോലെ മിക്സിയിൽ പൊടിച്ചിട്ടും അരച്ചിട്ടും ഒക്കെ ആയിട്ട് കോഴിക്ക് കൊടുക്കും. ലെയർ മാഷ് കുറഞ്ഞ അളവിലേ ചേർക്കുള്ളൂ. ബാക്കി ഇങ്ങനെയുള്ള അരി, ഗോതമ്പ്, പച്ചക്കറിയുടെ വേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൂടെ മിക്സാക്കിയാണ് തീറ്റ കൊടുക്കുന്നത്. മുട്ടത്തോട് പൊടിച്ചതും എന്നും തീറ്റയിൽ മിക്സാക്കും. ഇവിടുത്തെ പച്ചക്കറിക്കും ചെടികൾക്കും ഒക്കെ വളമായിട്ടും മുട്ടത്തോട് കൊടുക്കും. റോസയൊക്കെ നന്നായിട്ട് പൂക്കുകയൊക്കെ ചെയ്യും കേട്ടോ. കറിവേപ്പിനൊക്കെ ചേട്ടാ ഇപ്പോൾ ഒഴിക്കുന്നത് സ്ലറിയാണ്. ചാണകവെള്ളമൊക്കെ കലക്കിയിട്ട് വെല്ലവും ഒക്കെ മിക്സാക്കി സ്ലറി ഉണ്ടാക്കിയത്. അത് ഞാൻ ഇന്നാൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു മുട്ടയ്ക്ക് 10 രൂപയുണ്ട്. 10 രൂപയ്ക്കാണ് ഒരു മുട്ട കൊടുക്കുന്നത്. നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ കയ്യിലുണ്ടാകും കേട്ടോ ഇങ്ങനെ മുട്ടയൊക്കെ വിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ. കോഴിയെ കൂട്ടിലിട്ട് വളർത്തുന്നത് നഷ്ടമാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ നഷ്ടമൊന്നുമില്ല കേട്ടോ. നമ്മൾ പൈസ കൊടുത്ത് മേടിക്കാത്ത ഒരുപാട് സാധനങ്ങൾ കോഴിക്ക് തിന്നാൻ കൊടുക്കുന്നതും പറ്റുന്നതുണ്ട്. അതൊക്കെ നമ്മൾ തീറ്റയിൽ മിക്സാക്കി കൊടുക്കുകയാണെങ്കിൽ നഷ്ടമൊന്നുമല്ല. മുളക് അതിനകത്ത് നടാനാ? അപ്പോൾ ഒരു പാത്രത്തിൽ നടാനല്ലോ, അതിൽ കൂടുതലില്ലേ? തൈ ആക്കിയിട്ട് മാറ്റി നടാനല്ലേ? നമുക്കൊരാൾ തന്ന മുളകിൻ്റെ വിത്താ. എന്നായിട്ട് ചെകുത്താൻ മുളക്, ഡ്രാഗൺ മുളക്, ചെകുത്താൻ മുളക് ആദ്യമായിട്ട് കേൾക്കുന്ന അങ്ങനത്തെ ഒരു പേര്. അതിൻ്റെ അരി കാണിച്ച്. ഒരെണ്ണേ ഉള്ളൂ, അല്ലാതെ സാധാരണ മുളകിനകത്തുള്ള കുഞ്ഞു കുഞ്ഞു അരിയായിട്ടില്ല. ബ്ലാക്ക് കളറോ? സാധാരണ മുളകിൻ്റെ അരി വെള്ള കളറാണ്, ഇത് കറുത്ത കളർ. അരി ഒന്ന് കാണിച്ചേട്ടെ. ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ ഉപകാരമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.